എന്നെ സംബന്ധിച്ച് മാനന്തവാടി തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ദൗത്യമായിരുന്നു. അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. ആഗ്രഹിച്ചതുപോലുള്ള ഒരു ഭൂരിപക്ഷമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് മാനന്തവാടി മെഡിക്കൽ കോളേജ് അവിടെ നിന്ന് മാറ്റുമെന്നുള്ള ഒരു കുപ്രചരണമാണ് എനിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മാറ്റുമെന്നല്ല, മാനന്തവാടി മെഡിക്കൽ കോളേജിനെ അടിമുടി മാറ്റും എന്നതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒരു റഫറൽ കോളേജായിട്ടാണ് ഇന്ന് മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്നത്. മെഡിക്കൽ കോളേജ് മാറ്റുമെന്ന കുപ്രചരണം ഇറക്കിയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് 10 വർഷമായിട്ട് വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഇല്ല. അത് മാനന്തവാടിയിൽ ഒരു ബോർഡ് വെച്ച് മെഡിക്കൽ കോളേജാക്കി മാറ്റുക മാത്രമാണ് ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസം പോലും യൂത്ത് കോൺഗ്രസ് ഒരു സമരം നടത്തിയിരുന്നു. CT സ്കാൻ പ്രവർത്തിപ്പിക്കാനുള്ള എക്സ്പേർട്ട് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഇന്നും അത് പ്രവർത്തനരഹിതമായിട്ട് തന്നെ കിടക്കുകയാണ്. MRI സ്കാനിങ് ഇല്ലാത്ത പ്രശ്നങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ തരത്തിലും മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യങ്ങൾ, അത്യാധുനിക സൗകര്യങ്ങൾ നമുക്ക് മാനന്തവാടി മെഡിക്കൽ കോളേജിന് ആവശ്യമാണ്. അത്തരം സാഹചര്യങ്ങളിലേക്ക് മാനന്തവാടി മെഡിക്കൽ കോളേജിനെ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് ആ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകും.